ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മരണാനന്തര ജീവിതം. മരിച്ചതിന് ശേഷം ജീവിതമുണ്ടോ? അത് ബൈബിൾ അതിനെക്കുറിച്ച് എന്താണ് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതായ വേദഭാഗം. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ബൈബിൾ നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ലോകത്തിൽ അനേകം മതങ്ങളുണ്ട്, നൂറുകണക്കിനോ ആയിരക്കണക്കിനോ മതങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തീയ മാർഗം എന്താണ്, അല്ലെങ്കിൽ യേശു എന്ത് പഠിപ്പിച്ചു, ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു, ഈ കാര്യമാണ് നമ്മൾ വിശേഷമായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഗുപ്തമായതും നിഗൂഢമായതും വെളിപ്പെടുത്തി തരുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ പാതാരവൃന്ദങ്ങളെ അഭയം പ്രാപിക്കുന്നു. കർത്താവേ, ഈ വിഷയത്തെക്കുറിച്ച് പറയുവാൻ, അത് കേൾക്കുന്നവർ ഗ്രഹിക്കുവാൻ, ദൈവമേ, അവരും നിത്യതയെ അവകാശമാക്കുവാൻ ഈ ദൈവമേ വിഷയം ദൈവം ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നരകത്തിന് ഓഹരിക്കാരായി തീരാതെ എല്ലാവരും ദൈവമേ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപാദപീഠത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ. ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. ആ ക്രിസ്തുവിലെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ കൃപ തരണമേ. ഇത് വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നിത്യമായ സ്വർഗരാജ്യം ഉണ്ടെന്ന് വിശ്വസിച്ച് ദൈവമേ മാനസാന്തരപ്പെടുവാൻ കൃപ ചെയ്യണമേ. യേശു നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ. മരണം, മലയാളത്തിൽ ഈ വാക്കിന് ഒരർത്ഥമുണ്ട്. മാരണം എന്നാണ്. രണം മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. യുദ്ധം അവസാനിച്ചു, അതാണ് മരണം. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും മരിച്ചേ വെക്കുകയുള്ളൂ. മരണം എന്നാൽ എന്തെന്ന് പറഞ്ഞ് മരണത്തിൽ കാര്യമൊന്നുമില്ല, അത് ഒരു പ്രതിഭാസമാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. മരണത്തെ ഭയപ്പെടുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ മനുഷ്യജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ക്രിസ്തുവിൻ്റെ മാർഗം എന്ത് പഠിപ്പിക്കുന്നു? നന്മ ചെയ്യുന്നവൻ ജീവനായിക്കൊണ്ടും തിന്മ ചെയ്യുന്നവൻ നാശത്തിനായിക്കൊണ്ടും ഉയർക്കും എന്നുള്ളതാണ് ക്രിസ്തീയ വിഭാഗത്തിലെ ഒരു പഠിപ്പിക്കുന്നതായ വേദഭാഗം. യേശു പറഞ്ഞത് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നത്, അതിലൂടെ നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് പോകേണ്ടതായി വരും എന്നതാണ് കർത്താവ് പഠിപ്പിച്ചതായ വിഷയം. അതിൽ
ജനനമുണ്ടെങ്കിൽ മരണവുമുണ്ട്. ഒരു വ്യക്തി ജനിച്ചാൽ മരിക്കാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. മരിച്ച് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഏദേനിൽ മനുഷ്യൻ കാണിച്ച അനുസരണക്കേടാണ് ഈ മരണത്തിന് കാരണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മനുഷ്യനോട് നീ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷഫലം ഭക്ഷിച്ചു. അതോടുകൂടെ അവൻ അനുസരണക്കേടുള്ളവനായി മാറി. അനുസരണക്കേട് ഇന്നും ഏത് കാലത്തും ഏത് കാലഘട്ടത്തും അനുസരണക്കേട് ഒരു സ്വഭാവമാണ് മനുഷ്യൻ്റെ. ഇനി ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുവാനുള്ളതായ വ്യഗ്രത സാത്താൻ എന്ന് പറയുന്ന ദുഷ്ടശക്തി മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടത്തിവിടുമ്പോഴാണ് ഈ പാപത്തിൻ്റെ ശക്തി കടന്നു വരുന്നത്. പാപത്താലാണ് രോഗം ഉണ്ടാകുന്നത്. ഒരു പരിധിവരെ രോഗത്താൽ മരണം സംഭവിക്കുന്നു. മിക്കവാറും ഏത് മനുഷ്യനും മരിക്കുന്നതിന് മുമ്പ് ഒരു കാരണമുണ്ട്. അത് രോഗമായിരിക്കാം. എന്തെങ്കിലും ഒരു രോഗം അവനെ പിടിപെട്ടിട്ടായിരിക്കാം ആ മനുഷ്യൻ അല്ലെങ്കിൽ ആരായാലും മരിക്കുവാനിടയായിത്തീരുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മരണത്തിന് പ്രധാനപ്പെട്ട കാരണം അപകടങ്ങളാണ്. മനുഷ്യൻ കണ്ടുപിടിച്ചതായ അനേക ശാസ്ത്രീയ വശങ്ങൾ. ഇപ്പോൾ വിമാനത്തിൽ പോകുന്നത് പലരെ മരിക്കുന്നു, അപകടം. ട്രെയിൻ യാത്രയിൽ പോകുന്നു, മരിക്കുന്നു. ബസ് യാത്രയിൽ പോകുന്നു, മറ്റു വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു, അതിലൂടെ മരണം. എല്ലാവരും അല്ലെങ്കിലും നമ്മൾ ഒരു യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് അപകടത്തിൽ മരിക്കുന്നതെന്ന് സർവേ പഠിപ്പിക്കുന്നു. അപ്പോൾ യുദ്ധകാലത്തെ നമ്മൾ ഭയപ്പെടുന്നു. യുദ്ധം വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മരണം നടത്തിയത് ഹിറ്റ്ലറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ യഹൂദന്മാരെ കൊന്നൊടുക്കിയതായ മനുഷ്യൻ 70 ലക്ഷം പേരെയാണ് അന്ന് കൊന്നൊടുക്കുവാനിടയായിത്തീർന്നത്. ഇപ്പോഴും നമ്മളുടെ കാലത്ത് തന്നെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ ഇരുഭാഗത്തും മരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അത് എവിടെ യുദ്ധമുണ്ടായാലും അത് അങ്ങനെ സംഭവിക്കുന്നു. അത് അറിയാവുന്ന നല്ല ഭരണാധികാരികൾ മാക്സിമം യുദ്ധം നിർത്തൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ യുദ്ധം വന്നു കഴിഞ്ഞാലും മരണം സംഭവിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുന്നു. ദേശത്ത് ക്ഷാമം പിടിക്കുന്നു. ജനം ഭയചകിതരായി ഓടി നടക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഭരണാധികാരികൾ മാക്സിമം യുദ്ധത്തെ നിർത്തൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ യുദ്ധം നടക്കാതിരിക്കേണ്ടതിന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നതായിട്ട്
നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ബൈബിളിലെ കാര്യമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏതേനിൽ അനുസരണക്കേട് കൊണ്ട് പാപത്തിൻ്റെ കാരണം കൊണ്ട് അവൻ മരിക്കുവാനിടയായിത്തീർന്നു. ആദാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച മിക്കവാറും ഒരു 6-7 തലമുറ വരെ ഏകദേശം 1000 വർഷത്തോളം ജീവിച്ചിരുന്നതായിട്ട് നാം കാണുന്നു. പിന്നെയും അവൻ അനുസരണം കേട് കാണിച്ച് ആ ആയുസ് നോഹയുടെ കാലത്ത് വന്നപ്പോൾ അത് 120 വർഷമായി താഴ്ന്നു വന്നു. പിന്നെയും കാലഘട്ടങ്ങൾ കഴിഞ്ഞ് മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാതെ പോകും തോറും ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇന്നത്തെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 70 വർഷമോ മറ്റോ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അത്രയും ജീവിച്ചിരിക്കുന്നതിനെ അപൂർവമാണ് എന്ന് നമ്മൾ കണക്കുകളിലൂടെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ സുഖമായിട്ടെന്നും ജീവിക്കാം, സുഖമായി ജീവിക്കുന്ന ആളുകൾ വിചാരിക്കാം എന്തും സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് എന്ന് നമ്മൾ അറിയാമെങ്കിൽ തന്നെയും ജീവിക്കുന്നതിന് വേണ്ടി പണത്തിന് വേണ്ടി മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വേലകൾ എന്തൊക്കെയോ ആണ് എന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതാണ്. ആരെ ഉപദ്രവിച്ചെങ്കിലും പണം ഉണ്ടാക്കുക, ആർഭാടമായി ജീവിക്കുക, പാട്ടുകാരൻ പറയുന്ന പോലെ നന്നായി വാണിയിടാം എന്നാളും എന്ന് നീ ഓർക്കാതെ മണ്ണായി മാറും അഴകേറും നിന്മൈ. ഇപ്പോൾ മരണം എന്നാണ് സംഭവിക്കുന്നതെന്ന് മനുഷ്യന് അറിഞ്ഞുകൂടെങ്കിലും വെട്ടിപ്പിടിക്കുവാനുള്ള വ്യഗ്രത അന്നു മുതൽ ഇന്നും മനുഷ്യ സഹജമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നത് ഇത് വെറും മണ്ണാണ്, കൊട്ടാരങ്ങൾ പണിതാലും കുടിലിൽ താമസിച്ചാലും ഒരു കാലഘട്ടം, ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് മനുഷ്യന് ജീവിക്കുവാൻ ദൈവം ഇവിടെ അവസരം കൊടുത്തിരിക്കുന്നത്. അതിന് കാരണം അവൻ്റെ പാപമാണ്. അപ്പോൾ നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് കർത്താവ് പറഞ്ഞതായ കാര്യം സ്നാനപ്പെട്ട് നമ്മുടെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അകൃത്യങ്ങളെ കഴുകിക്കളഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യന് നിത്യമായ രക്ഷയെ പ്രാപിക്കുവാനായിട്ട് കഴിയും എന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാവരും മരിച്ചു, നമുക്കറിയാം. നമ്മൾ കല്ലറത്തോട്ടങ്ങളിൽ ചെന്ന് നോക്കിയാൽ അത് വ്യക്തമാണ്. ഇനി അതില്ലാതെ തന്നെ സുനാമി പോലുള്ളതായ സംഭവങ്ങൾ ലോകത്തിൽ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നു. ഏതായാലും മരണം മനുഷ്യന് നിശ്ചയമാണ്, സമയം മാത്രമാണ് നിശ്ചയമില്ലാത്തത് എന്നൊരാപ്തവാക്യവും ഉണ്ട്. അപ്പോൾ വിവിധ മതങ്ങൾ വിവിധ നിലകളിലാണ്
മരണത്തെക്കുറിച്ച് കാണുന്നത്, പഠിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായ ക്രൈസ്തവ മാർഗവും ഹിന്ദുമതവും മുസ്ലിം മതവും ലോക ജനസംഖ്യയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവർ മാത്രമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ ഉള്ളത്. മറ്റതൊക്കെ പ്രാദേശികമായ മതങ്ങൾ ആയിട്ട് മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മരിച്ചാലും ജീവിക്കാൻ കഴിയും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിച്ച് ആരാധിക്കുന്നത്. മരണം നീങ്ങിയതിന് ശേഷം ദൈവത്തിൻ്റെ നീതി നടപ്പാക്കപ്പെടുമ്പോൾ നാം കേട്ടതുപോലെ ബൈബിൾ പറയുന്നത്, തിന്മ ചെയ്യുന്നവൻ അവൻ ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കും, നന്മ ചെയ്യുന്നവനും ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ന്യായവിധിയുണ്ടെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ന്യായവിധിയിൽ അത് മരിച്ചുപോയ പലരും ആ ന്യായവിധിയെക്കുറിച്ച് അനുഭവിക്കുകയും അത് പറയുകയും ചെയ്തതായിട്ട് നാം മനസ്സിലാക്കുന്നു, അറിയുന്നു. എനിക്ക് 2-3 അനുഭവങ്ങൾ പ്രായമുള്ള ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞ് മരണത്തിൻ്റെ ശവസംസ്കാരത്തിന് അല്ലെങ്കിൽ ഭൗതിക ശരീരം സംസ്കരിക്കാനെടുക്കുമ്പോൾ അവർ ജീവൻ പ്രാപിച്ചിട്ട് അവർ കണ്ടതായ കാഴ്ചകളെക്കുറിച്ച് ആളുകളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബൈബിളിൽ പറയുന്നതായ കാര്യങ്ങളാണ് സത്യം. ന്യായവിധിയുണ്ട്. ഇവിടെ അടുത്ത് ഒരു മനുഷ്യൻ, പ്രായമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ സാധാരണ ഇവിടുത്തെ രീതി അനുസരിച്ച് മണ്ണിൽ കുഴിയെടുത്ത് അവിടെ അടക്കം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും കുഴികളെടുത്തു. അദ്ദേഹത്തെ മറവ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ് ആരോ ചെന്ന് ശരീരത്തിൽ ഒന്ന് നോക്കി. അപ്പോൾ ഒരു അനക്കമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ അനങ്ങുന്നു. പിന്നെ അന്നത്തെ രീതിയിൽ വൈദ്യന്മാരെ വിളിച്ച് നോക്കിയപ്പോൾ പുള്ളിക്ക് ജീവനുണ്ട്. ക്രമേണ അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, അപ്പൂപ്പ, എന്താണ് നിങ്ങൾ കാണുവാനിടയായിത്തീർന്നത്? അപ്പോൾ അദ്ദേഹം വളരെ സരസമായി പറഞ്ഞു, ഇദ്ദേഹത്തെ 2 ബലിഷ്ഠന്മാരായ ആളുകൾ, ഭയാനക രൂപികളായ 2 പേര്, ഒരാൾ ഇടത്തും ഒരാൾ വലത്തുമായി വന്ന് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നദി കടന്നു പോകേണ്ടതായിട്ട് വന്നു.
ആ നദി കടക്കണമെങ്കിൽ ഒരു ചെറിയ നൂൽപ്പാലം പോലുള്ള പാലത്തിലൂടെ വേണം കടന്നു പോകാൻ. ഈ രണ്ട് ബലിഷ്ഠന്മാരും ആയ ആളുകൾ ഇദ്ദേഹത്തെ നടക്കാനായിട്ട് സഹായിച്ചു. ഇദ്ദേഹം അക്കരെ എത്തിയപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് നല്ല പ്രകാശമുള്ള സ്ഥലവും മറുഭാഗത്ത് ഇരുട്ട് നിറഞ്ഞ സ്ഥലവുമാണ് കാണുന്നത്. അവിടെ ഒരു 2-3 ദൂതന്മാർ ഇരിപ്പുണ്ട്. അവരുടെ മുൻപിൽ ഇവരെ ഹാജരാക്കി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ആ ബുക്കിലുണ്ടോ എന്ന് അന്വേഷിച്ചു. പേരില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു, ജീവൻ തിരികെ കിട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം. ഇതേപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളും മരിച്ചുപോയി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പാടുകളും കാണാം, കെട്ടിൻ്റെ പാടുകൾ. ഈ ബലിഷ്ഠന്മാരായ ആളുകൾ അദ്ദേഹത്തെ വന്ന് കെട്ടിക്കൊണ്ടാണ് പോയത്. ജീവൻ ജീവൻ വന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കഴുത്തിലും കാലിലും കയ്യിലുമൊക്കെ കെട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് നേരെ നടക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥയിലായി. അദ്ദേഹവും പറഞ്ഞ അനുഭവം ഇത് തന്നെയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ മരിച്ചപ്പോൾ അവരുടെ അനുഭവം പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ തന്നെ, പക്ഷേ അവർ പ്രകാശമുള്ള ഒരു സ്ഥലം മാത്രമാണ് കാണുന്നത്. അവർക്ക് ഇരുട്ടിൻ്റെ അനുഭവമോ തീച്ചൂളയുടെ അനുഭവമോ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ മാലാഖമാരുണ്ടായിരുന്നു, ദൂതന്മാർ. ആ കണക്കെഴുത്തിൻ്റെ ആളുകൾ കണക്ക് പുസ്തകം തുറന്നു ഇവരുടെ പേര് പരിശോധിച്ചപ്പോൾ അവരുടെ പേരില്ല. അപ്പോൾ ദൂതന്മാർ വളരെ കാര്യമായി പറഞ്ഞു, നിങ്ങളുടെ സമയമായിട്ടില്ല, ഇനി അല്പകാലം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ അല്പസമയം കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അവർക്ക് ഇവിടെ രോഗിയായി കിടന്ന സഹോദരിയാണ്, അവരെ സൗഖ്യം കിട്ടുകയും സന്തോഷവതിയായി പിന്നെയും വർഷങ്ങൾ താമസിക്കുകയും ചെയ്തു. അപ്പോൾ മരണത്തെക്കുറിച്ച് യാഥാർത്ഥ്യം ഇത് അനുഭവത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുള്ള അനുഭവത്തിൽ നിന്നും ലഭിച്ചതായ വിവരങ്ങളാണ് ഞാൻ ഇവിടെ പറയുവാനിടയായിത്തീർന്നത്. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്തത് മൂലം മരണം എല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ മരണം നിശ്ചയമാണ്. പ്രിയ ദൈവമക്കളെ, അങ്ങനെയാണെങ്കിലും നമുക്കൊരു പ്രത്യാശയുള്ളത് ക്രിസ്തുവിൽ മരിക്കുന്നവൻ ജീവിക്കുമെന്നുള്ളതാണ്. അവൻ്റെ പാപങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ കഴുകപ്പെട്ടിരിക്കുന്നു. നമുക്ക് തുടർന്നുള്ള ദിവസത്തിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന മതങ്ങളിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ബൈബിൾ അതിനെക്കുറിച്ച് വ്യക്തമായി എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ചിന്തിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. മരണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നിത്യത എവിടെയാകും എന്നതിനെക്കുറിച്ച്, അതായത് എവർലാസ്റ്റിംഗ് ലൈഫ്, ഇവിടെ നമ്മൾ ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടുന്നത് അല്പകാലം മാത്രമാണ്. നിത്യയുഗം
കഴിച്ചു കൂട്ടുവാൻ ഒരു സ്ഥലമുണ്ട്. അവിടത്തേക്ക് അവകാശികളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ദൈവമേ മരണത്തെക്കുറിച്ച് ചിലത് ചിന്തിക്കുവാനിടയായിത്തീർന്നു. അത് യാഥാർത്ഥ്യമാണ്. ജനനം പോലെ തന്നെ മരണവും ഒരു യാഥാർത്ഥ്യമാണ്. മരിച്ചാൽ മനുഷ്യൻ എവിടെ? മനുഷ്യൻ്റെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? ഇത്യാദി കാര്യങ്ങൾ ഞങ്ങളെ പിന്നെയും പഠിപ്പിക്കണമേ. അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവർ അത് ചിന്തിക്കുവാനും ജീവിതം ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗികളെ സൗഖ്യമാക്കണമേ, ഭൂതങ്ങളെ പുറത്താക്കുമാറാകണമേ, ഇരുട്ടിൻ്റെ ശക്തികൾ ശാസിക്കപ്പെടേണ്ടതിന് കൃപ ചെയ്യണമേ. വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് സമീപസ്ഥനായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിൽ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്താൽ ബലപ്പെടുവാൻ കൃപ ചെയ്യണം. യേശുനാമത്തിൻ്റെ പിതാവേ, ആമേൻ. ശക്തിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.